നമ്മൾ പത്രങ്ങൾ പരിശോധിക്കുമ്പോൾ ജന്മഭൂമി മെയിൻ ഹെഡിങ് ആയിട്ട് തന്നെ കൊടുത്തിരിക്കുന്നത് രണ്ടാം കേസിലും ജാമ്യം പൂറ്റി പുറത്തേക്ക് തന്നെയാണ്. എല്ലാ പത്രങ്ങളും ആ വാർത്ത വളരെ പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുണ്ട്. ജന്മഭൂമി മെയിൻ ഹെഡിങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു വാർത്ത ഉള്ളത് നിതിൻ നബീൻ ഇന്നെത്തും. BJP ദേശീയ അധ്യക്ഷനായ ശേഷം ആദ്യമായി കേരളത്തിലെത്തുന്ന നിതിൻ നബീനെ ഉജ്ജ്വല വരവേൽപ്പ് നൽകും എന്ന് തുടങ്ങുന്ന വാർത്തയുമുണ്ട്. ഒപ്പം തന്നെ BMS ദേശീയ സമ്മേളനത്തിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. BMSൻ്റെ 21ാം ദേശീയ സമ്മേളനത്തിന് ഇന്ന് പുരിയിൽ തുടക്കമാകും എന്നുള്ള വാർത്തയുമുണ്ട്. മറ്റ് കേരള കൗമുദി പരിശോധിക്കുകയാണെങ്കിൽ കേരള കൗമുദിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിരിക്കുന്നത് ഇന്ത്യ-US പ്രസ്താവന ഉടൻ കരാർ വിശേഷം പുറത്തുവിടും എന്ന രീതിയിൽ തന്നെയാണ്. ഇന്ത്യ-US ഉഭയകക്ഷി വ്യാപാര കരാറിൻ്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തുമെന്ന ഒടുവിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി എന്ന രീതിയിൽ തന്നെയാണ് അവരുടെ മെയിൻ ഹെഡിങ് വരുന്നത്. ഒപ്പം മറ്റൊരു ശ്രദ്ധേയമായ വാർത്ത, മുൻ MLA M മുരളി അന്തരിച്ചു. മാവേലിക്കര മുൻ MLAയും രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സമിതി സംസ്ഥാന ചെയർമാനുമായ M മുരളി അന്തരിച്ചു എന്നുള്ള വാർത്തയുമുണ്ട്. ഒപ്പം കേരള കൗമുദിയുടെ എഡിറ്റോറിയൽ വളരെ ശ്രദ്ധേയമായ ഒരു എഡിറ്റോറിയൽ തന്നെയാണ്. വൈകിപ്പോയി ഇനിയും വൈകാതിരുന്നാൽ മതി. അതായത് ഈ ശബരി റെയിൽ പദ്ധതിയുടെ പകുതി ചെലവ് വഹിക്കാനും ഇതിനായി 1900 കോടി രൂപ കിഫ്ബിയിലൂടെ നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് അവർ എഡിറ്റോറിയലിലെ ഒന്നാമത്തെ വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നത്. വൈകിപ്പോയി ഇനിയും വൈകാതിരുന്നാൽ മതി. മറ്റൊരു വാർത്തയുള്ളത് ഗെയിം സീരീസുകളിൽ ജീവിക്കുന്ന കുട്ടികൾ, അതായത് നമ്മുടെ പുതിയ തലമുറ ഏത് രീതിയിലാണ് അവർ സമയം ചെലവഴിക്കുന്നത്, അത് അവരുടെ ജീവിതത്തെ, വിദ്യാഭ്യാസത്തെ, അറിവിനെ എത്രത്തോളം ബാധിക്കുന്നു എന്ന രീതിയിലുള്ള മറ്റൊരു എഡിറ്റോറിയലുമുണ്ട്. ശരി, നമുക്ക് മാതൃഭൂമിയിലേക്ക് വന്നാൽ മാതൃഭൂമിയുടെ മുൻ പേജിലെ പ്രധാന വാർത്തകളിൽ ഒന്ന് മുൻ MLA M മുരളി അന്തരിച്ചു എന്നത് തന്നെയാണ്. 20 വർഷം 91 മുതൽ 2011 വരെ 20 വർഷം തുടർച്ചയായി മാവേലിക്കരയുടെ MLA ആയിരുന്നു. കോൺഗ്രസിൻ്റെ സജീവ സാന്നിധ്യമായിരുന്നു M മുരളി. M മുരളിയുടെ വിയോഗ വാർത്ത മുൻപേജിൽ നൽകുന്നുണ്ട്. ഉൾപേജിലേക്ക് വന്നാൽ അവിടെ ഏറ്റവും പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്ന ഒരു വാർത്ത മോദിയുടെ ഇന്നലത്തെ പ്രസംഗമാണ്. നെഹ്റു കുടുംബത്തെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസിന് തൻ്റെ ശവക്കല്ലറ കുഴിക്കാനാവില്ലെന്ന മോദി. അതായത് ഒരു രാഷ്ട്രീയ നേതാവിന്, മോദിയെപ്പോലെ തലയെടുപ്പുള്ള ഒരു നേതാവ് എത്ര ആത്മവിശ്വാസത്തോടെയാണ് പറയുന്നത് കോൺഗ്രസിന് തൻ്റെ ശവക്കല്ലറ കുഴിക്കാനാവില്ല എന്ന പ്രതികരണത്തിൽ വലിയ ആത്മവിശ്വാസമുണ്ട്. മറ്റൊന്ന് ഉൾപേജിൽ നൽകിയിരിക്കുന്ന വാർത്ത, കുക്കി വിഭാഗത്തിൽ നിന്ന് ഉപമുഖ്യമന്ത്രി, മണിപ്പൂരിൽ വീണ്ടും സംഘർഷം എന്ന വാർത്തയാണ്. സർക്കാരിൽ പങ്കാളികളാകരുത് എന്ന് MLA മാരോട് കുക്കികൾ പറഞ്ഞ വാർത്ത ഉൾപേജിൽ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്പോർട്സ് പേജിലേക്ക് പോയാൽ നിരവധി കായിക വാർത്തകൾ ഉള്ള ഒരു ദിവസമാണ് ഇന്നും ഇന്നലെയും നാളെയുമൊക്കെ. നമ്മൾ നേരത്തെ അത് പറഞ്ഞാണ് തുടങ്ങിയത്. വനിതാ വിമൻസ് ലീഗിൽ ജയിച്ച കാര്യം പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, പഞ്ചാബിനെ പഞ്ചറാക്കി കേരളം ഫൈനലിൽ കടന്നു എന്നാണ്. പഞ്ചാബ് അത്ര മോശം ടീമല്ല, താരതമ്യേന മികച്ച ഒരു ഫുട്ബോൾ ടീമാണ്. പക്ഷേ അവരെ പരാജയപ്പെടുത്തി മുഹമ്മദ് റിയാസിന് ഇരട്ട ഗോൾ. ഇനി ഞായറാഴ്ച കേരളം സർവീസസ് ഫൈനൽ നടക്കും എന്ന വാർത്ത നൽകിയിട്ടുണ്ട് വളരെ പ്രാധാന്യത്തോടെ. ഏതായാലും നമുക്ക് അഭിമാനിക്കുന്ന ഒരു നിമിഷമാണ്. ഈ സന്തോഷ് ട്രോഫി പലപ്പോഴും കേരളത്തിന് സന്തോഷ ട്രോഫിയായി മാറാറുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ ഫൈനലിൽ തോറ്റാണ്, തുടർച്ചയായി രണ്ടാം ഫൈനലാണ്. ജയിക്കും എന്ന് പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. ഇനി മലയാള മനോരമയിലേക്ക് വന്നാൽ മലയാള മനോരമയുടെ മുൻ പേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, മണിപ്പൂരിൽ വീണ്ടും വൻ സംഘർഷം എന്നതാണ്. പുതിയ സർക്കാരിൽ കുക്കി MLA മാർ ചേർന്നതിൽ പ്രതിഷേധമുണ്ടാകുന്നു. MLA മാരെ കൊലപ്പെടുത്തുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിക്കുകയാണ് സായുധ സംഘടനകൾ എന്നാണ് പറയുന്നത്. അതായത് സർക്കാർ രൂപീകരണത്തിൽ ഒപ്പം നിന്നാൽ കൊല്ലും സായുധ സംഘടനകൾ പറഞ്ഞു വയ്ക്കുകയാണ്. മറ്റ് പ്രധാന വാർത്തകൾ നിരവധി മലയാള മനോരമയിലുണ്ട്. സ്വർണ്ണക്കൊള്ള സംബന്ധിച്ച വാർത്തയാണ് അവരുടെ മറ്റൊരു മുഖപ്പേജിലുള്ളത്. അതായത് പോറ്റിയെ ഇറക്കിയെ എന്ന് പലപ്പോഴും ക്യാപ്ഷനുകളുടെ കാര്യത്തിൽ മനോരമ ഗംഭീരമാക്കാറുണ്ട്. പോറ്റിയെ ഇറക്കിയെ എന്ന വാർത്ത, പാട്ട് വളരെ അറിയപ്പെട്ട പാരഡി പാട്ടിന് തന്നെ തലക്കെട്ടായി മറ്റൊരു തരത്തിൽ ഉപയോഗിക്കുകയാണ്. കുറ്റപത്രം നൽകാത്തതിനാൽ ജാമ്യം കിട്ടുന്ന 4ാമത്തെ ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നത്. N വാസു, പത്മകുമാർ എന്നിവർ ഉൾപ്പെടെ ജാമ്യത്തിലേക്ക് എന്ന് പറയുന്നു. നിരവധി വാർത്തകളുണ്ട്. അവിടെ മലയാള മനോരമയിലും ഫൈനലി കേരളം, ഞാൻ നേരത്തെ പറഞ്ഞ ക്യാപ്ഷൻ അവിടെയും കൃത്യമായി ഉപയോഗിക്കുന്നുണ്ട്. ഫൈനലിൽ കേരളം എന്ന് പറയാം,
ഫൈനലി ഒടുവിൽ കേരളം എന്ന അർത്ഥത്തിലേക്ക് ആ വാർത്തയും ഈ മനോരമയുടെ ഒരു ക്യാപ്ഷൻ ഏറ്റവും ഒരു കാച്ചിങ് ആണ് എപ്പോഴും അല്ലേ? എപ്പോഴും ക്യാച്ചിങ് ആയിരിക്കും. ഏതായാലും വാർത്തകൾ നിരവധിയുണ്ട്, പത്രങ്ങൾ ഇനിയും ബാക്കിയുണ്ട്, പക്ഷെ സമയം ബാക്കിയില്ല. സമയം ബാക്കി. അതാണ് പ്രശ്നം. ഏതായാലും കഴിഞ്ഞ 2 മണിക്കൂർ രാഷ്ട്രീയ വാർത്തകൾ, കായിക വാർത്തകൾ, ദേശീയ വാർത്തകൾ ഒക്കെയും പ്രേക്ഷക സമക്ഷം എത്തിക്കാനായി. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസത്തിന്റെ തുടർച്ച ഒരിക്കൽ കൂടി ആശംസിക്കുകയാണല്ലേ. നമസ്തേ.